എല്ലാവരും റെഡി അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ അവസാനത്തെ ലൈവാണ് അല്ലെ. എക്സാം ഒക്കെ അടുത്തു, എല്ലാവരും പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇനി പുതിയതായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ടൈം റിവിഷൻ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒന്ന് ഓടിച്ചു നോക്കാൻ തക്ക വണ്ണത്തിലുള്ള ഒരു ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്വാഹിബു കിതാബി ഫൽസഫത്തു തശ്രീഇ അൽ ഇസ്ലാമി. ആരുടേതാണ് ഫൽസഫത്തു തശ്രീഇ അൽ ഇസ്ലാം എന്ന ഗ്രന്ഥം? ആരാണ് അതിന്റെ രചയിതാവ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷാഹ് വലിയുള്ള അദ്ദഹ്ലവി, അബുൽ ഹസൻ അൻ-നദ്വി, അൻവർ ഷാ അൽ കശ്മീരി, അബ്ദുൽ ഹയ്യുൽ ഹുസ്നി. ആരുടേതാണ്? കറക്റ്റ് ആൻസർ പറഞ്ഞേ. ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ പറഞ്ഞേ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ? ഫൽസഫത്തു തശ്രീഇ അൽ ഇസ്ലാമി. ഇതൊരു PYQ ആണ്, ഇതിനു മുൻപ് വന്നിട്ടുള്ള ചോദ്യമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഷാഹ് വലിയുള്ള അദ്ദഹ്ലവി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഷാഹ് വലിയുള്ള അദ്ദഹ്ലവിയുടേതാണ്. ഷാഹ് വലിയുള്ള അദ്ദഹ്ലവിയുടേതാണ് ഫൽസഫത്തു തശ്രീഇ അൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൻ ലുഖിബ ബിബബ്ഗാഇൽ ഹിന്ദ്. ആരാണ് ബബ്ഗാഇൽ ഹിന്ദ് എന്ന പേരില് അപരനാമത്തില് അറിയപ്പെട്ടിട്ടുള്ള ആള്? സരോജിനി നായിഡു, അമീർ ഖുസ്രു, മുഹമ്മദ് ഇഖ്ബാൽ, ഷിബ്ലി അൻ-നുഅ്മാനി. ആരാണ് ബബ്ഗാഉൽ ഹിന്ദ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ആള്? ഓപ്ഷൻ എ ആണോ, സരോജിനി നായിഡു ആണോ, അമീർ ഖുസ്രു ആണോ, മുഹമ്മദ് ഇഖ്ബാൽ ആണോ, ഷിബ്ലി അൻ-നുഅ്മാനി ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ് ബബ്ഗാഇൽ ഹിന്ദ് എന്ന പേരില് അറിയപ്പെടുന്ന വ്യക്തി. അടുത്ത ചോദ്യം. അർ റഹീഖുൽ മഖ്തൂം കിതാബു സഫീർ റഹ്മാൻ മുബാറക് ഫൂരി മൗദൂഇഹ. റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥം സഫീർ റഹ്മാൻ മുബാറക് ഫൂരിയുടേതാണ്. അത് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് എന്നാണ് ചോദ്യം. താരീഖുൽ ഇസ്ലാം, തഫ്സീറുൽ ഖുർആൻ, അത്തശ്രീഉൽ ഇസ്ലാം, സീറത്തുൻ നബവി. എന്താണ് റഹീഖുൽ മഖ്തൂം കൈകാര്യം ചെയ്യുന്ന വിഷയം? റഹീഖുൽ മഖ്തൂം കൈകാര്യം ചെയ്യുന്ന വിഷയം താരീഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രമാണോ? തഫ്സീറുൽ ഖുർആൻ, ഖുർആൻ തഫ്സീർ ആണോ? തശ്രീഉൽ ഇസ്ലാമി ആണോ? ഇസ്ലാമിക ശരിയാത്താണോ? സീറത്തു നബവി എന്നാണ്. യെസ്, കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. റഹ്മത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സീറത്തുൻ നബവി. സീറത്തുൻ നബവി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റഹീഖുൽ മഖ്തൂം കൈകാര്യം ചെയ്യുന്നത് നബി ചരിത്രമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവ്വൽ സ്വഹീഫത്തുൽ അറബിയ ഫീ ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ. ആദ്യത്തെ അറബി പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ അറബി പത്രമായിട്ട് അറിയപ്പെടുന്നത്? അൽ ബയാൻ, അൽ വഖാഇഉൽ മിസ്രിയ, അൻ-നഫ്ഉൽ അളീം ലിഅഹ്ലി ഹാദൽ ഇഖ്ലീം, അസ്-സഖാഫത്തുൽ ഹിന്ദ്. വെരി ഗുഡ് റഹ്മത്ത്. കറക്റ്റ് ആൻസർ പറഞ്ഞു. തബ്സീറ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി അൻ-നഫ്ഉൽ അളീം ലിഅഹ്ലി ഹാദൽ ഇഖ്ലീം ആണ് കറക്റ്റ് ആൻസർ. മുഹ്സിന ഹുസൈൻ, സൗദ ഹാഷിം എല്ലാവരും തന്നെ പറയുന്നുണ്ട് നഫ്ഉൽ അളീം ലിഅഹ്ലി ഹാദൽ ഇഖ്ലീം ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അവ്വൽ ഷായിറുൻ അറബി ഫി കേരള. വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ ഒന്നോ രണ്ടോ തവണ ഇതിനു മുൻപ് കേട്ടിന്റെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കവിയായി അറിയപ്പെടുന്ന വ്യക്തി? ആൻസർ വന്നു കഴിഞ്ഞു. യെസ്, മുഹ്സിന ഹുസൈൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്.
അബൂബക്കർ റമളാൻ ഷാലിയാത്തി ആണോ, ഖാലി മുഹമ്മദ് ആണോ, ഖാലി ഉമർ ആണോ, സൈനുദ്ദീൻ അൽ മഖ്ദൂം ആണോ? എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. നമ്മുടെ അബൂബക്കർ റമളാൻ ഷാലിയാത്തി ആണ് ആദ്യത്തെ കവിയായി, കേരളത്തിലെ ആദ്യത്തെ അറബി കവിയായി അറിയപ്പെടുന്ന വ്യക്തി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മുഹ്സിന ഹുസൈൻ, അൻഷിത അൻഷി, റഹ്മത്ത്, ഫാത്തിമ ലബീബ, നൗഫു വാഫി, സൗദ ഹാഷിം എന്നിവരെല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഗോയിങ്. അബൂബക്കർ റമളാൻ ഷാലിയാത്തി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ ലുഖിബ ബി ഹസ്സാനി മലബാർ? മലബാറിലെ ഹസ്സാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വ്യക്തി. ഖാലി മുഹമ്മദ്, ഖാലി ഉമർ, സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ. ആരാണ് മലബാറിലെ ഹസ്സാൻ? യെസ്, മുഹ്സിന ഹുസൈൻ കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി ഖാലി ഉമർ ആണ് അല്ലെ. മലബാറിലെ ഹസ്സാൻ ആയിട്ട് അറിയപ്പെടുന്ന കവിയാണ് ഖാലി ഉമർ. അപ്പോ ഇന്ത്യയിലെ ഹസ്സാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാ? ഹസ്സാനുൽ ഹിന്ദ്. ആരാണ് ഹസ്സാനുൽ ഹിന്ദ്? ഹസ്സാനുൽ ഹിന്ദ് എന്ന പേരില് അറിയപ്പെടുന്ന വ്യക്തി എന്താണ്? ഹസ്സാൻ എന്ന പേര് വിളിക്കാൻ കാരണം നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങേയറ്റം പുകഴ്ത്തി പാടിയ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് അല്ലെ. അപ്പൊ ആ ഹസ്സാൻ, അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്ത് കവിത എഴുതുന്നതിന്റെ പേരിലാണ് ഈ ഹസ്സാൻ എന്ന പേര് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹസ്സാൻ എന്ന അപരനാമം കൊടുക്കുന്നത്. അപ്പോ കേരളത്തിൽ നിന്നും ഏറ്റവും നന്നായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഖാലി ഉമർ. അതാണ് അദ്ദേഹത്തിന് ഹസ്സാനു മലബാർ എന്ന പേര് വന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നന്നായി പുകഴ്ത്തി പാടിയ മറ്റൊരു കവിയുണ്ട്. യെസ്, മുഹ്സിന ഹുസൈൻ കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. ഗുലാം അലി ആസാദ് ആണ് ആര്? നമ്മുടെ ഹസ്സാനുൽ ഹിന്ദ് ആയിട്ട് അറിയപ്പെടുന്നത്. ഹസ്സാനുൽ ഹിന്ദ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ഗുലാം അലി ആസാദ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൽ മജല്ലത്തുൽ മഷ്ഹൂറ അല്ലതി തസ്ദുറു ഹുകൂമത്തുൽ ഹിന്ദ്. ഇന്ത്യൻ ഭരണകൂടം ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അറബിക് മാഗസിൻ ഉണ്ട്. അതിന്റെ പേരെന്താണ് എന്നാണ്. ഓപ്ഷൻ എ അർ-റായിദ്, ഓപ്ഷൻ ബി അസ്-സഖാഫത്തുൽ ഹിന്ദ്, ഓപ്ഷൻ സി അസ്-സിബാഹ്, ഓപ്ഷൻ ഡി അൽ-ബുഷ്റ. യെസ്, തബ്സീറ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ അസ്-സഖാഫത്തുൽ ഹിന്ദ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു അറബിക് മാഗസിൻ ആണ്. ഓപ്ഷൻ ബി അസ്-സഖാഫത്തുൽ ഹിന്ദ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വാഹിബു കിതാബി ഫൽസഫത്തു തശ്രീഉൽ ഇസ്ലാമി സ്വാഹിബു അത് ഒരു ആ സ്വാഹിബു കിതാബി അല്ല, അതിന്റെ താഴെയുള്ള ആ ഒരു കവിതയുടെ വരികളാണ് കേട്ടോ. അലാ അയ്യുഹൽ ലൈലു ത്വവീലുൽ അഞ്ജലി ബിസുബ്ഹി വമൽ ഇസ്ബാഹു മിൻകാ ബി അംസലി. ആ കവിതയാണത്. ആ കവിത ആരെഴുതിയതാണ് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അത് ആരുടെ വരികളാണ് എന്നാണ്. സ്വാഹിബു അലാ അയ്യുഹൽ ലൈലു ത്വവീലുൽ അഞ്ജലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻകാ ബി അംസലി. ഇത് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രശസ്തമായിട്ടുള്ള മുഅല്ലഖാത്തിന്റെ വക്താക്കളില് ഒരാൾ എഴുതിയിട്ടുള്ള വരികളാണ്. ഇത് ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലബീദ് ബൻ റബിയ, ഓപ്ഷൻ ബി സുഹൈർ ബൻ അബി സൽമ, ഓപ്ഷൻ സി ഇമ്രിയുൽ കൈസ്, ഓപ്ഷൻ ഡി അന്നാബിയത്തുൽ ദുബിയാനി. യെസ്, ഇമ്രിയുൽ കൈസ് ആണ് അല്ലെ. വെരി ഗുഡ്. റഹ്മത്ത് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇമ്രിയുൽ കൈസ് ആണ് കറക്റ്റ് ആൻസർ. ഇമ്രിയുൽ കൈസ് ആണ്. ഞാൻ ഇതിനു മുൻപുള്ള ഏതോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. രാത്രിയെ പറ്റി ജാഹിലിയ കാലഘട്ടത്തില് കവിത എഴുതിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഇമ്രിയുൽ കൈസ്. അപ്പോ ഇത് ഇമ്രിയുൽ കൈസിന്റെ വരികളാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇമ്രിയുൽ കൈസ്. അടുത്ത ചോദ്യം. അൽഹംദുലില്ലാഹി ഇദാ ലം യഅതിനി അജല
ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാല സ്വാഹിബു ഹാദൽ ബൈത്ത്. ഇനി ഇതാരുടെ വരികളാണ്? അൽഹംദുലില്ലാഹി ഇദാ ലം യഅതിനി അജല ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാല. ഓപ്ഷൻ എ ലബീദ് ബിൻ റബിയ, ഓപ്ഷൻ ബി അംർ ബിൻ കുൽസൂം, ഓപ്ഷൻ സി അൻദറത്ത് ബിൻ ഷദ്ദാദ്, ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. ആൻസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. എനിക്ക് ഓപ്ഷൻ വായിക്കേണ്ട നേരം പോലും ഉണ്ടായിരുന്നില്ല അല്ലെ. എല്ലാവർക്കും അത്രയും എളുപ്പമായിട്ടുള്ള വരികളാണ്. ഓപ്ഷൻ എ ലബീദ് ബിൻ റബിയയുടേതാണ് ഈ വരികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലബീദ് ബിൻ റബിയ. മൻ ലുഖിബ ബിൽ ഉലാമിൽ ഖതീൽ. ഉലാമുൽ ഖതീൽ എന്ന പേരില്, ഉലാമുൽ ഖതീൽ എന്ന അപരനാമത്തില് അറിയപ്പെട്ട കവി അല്ലെങ്കിൽ മുഅല്ലഖാത്തിന്റെ ഒരാളാണ്. ഓപ്ഷൻ എ തുർഫത്ത് ഇബ്നുൽ അബദ്, ഓപ്ഷൻ ബി ലബീദ് ബിൻ റബിയ, ഓപ്ഷൻ സി അൻദറത്ത് ഇബ്നു ഷദ്ദാദ്, ഓപ്ഷൻ ഡി അംർ ഇബ്നു കുൽസൂം. ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ തുർഫത്ത് ഇബ്നുൽ അബ്ദ് ആണ് കറക്റ്റ് ആൻസർ. തുർഫത്ത് ഇബ്നുൽ അബ്ദ് ആണ് ഉലാമുൽ ഖതീൽ എന്ന അപരനാമത്തില് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസത്ത് മിൻ അസ്മാഇൽ മുഅല്ലഖാത്ത്. മുഅല്ലഖാത്തിന്റെ പേരുകളില് പെടാത്തത് ഏതാണ്? അസ്സമൂദ്, അസ്സബഉ തിവാൽ, അൽ മുദ്ഹബാത്ത്, അസ്സബഉൽ മസാനി. ആണ് മുഅല്ലഖാത്തിന്റെ പേരില് പെടാത്തത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? അസ്സബഉൽ മസാനി. അസ്സബഉൽ മസാനി മാത്രം മുഅല്ലഖാത്തിന്റെ പേരുകളില് പെട്ടതല്ല. എന്നാൽ സബഉൽ മസാനി മറ്റെന്തിനെയോ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. എന്താണ് സബഉൽ മസാനി? അതൊന്ന് പറഞ്ഞേ. യെസ്, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ സൂചിപ്പിക്കുന്ന പേരാണ് അസ്സബഉൽ മസാനി. അപ്പൊ ഇതില് മുഅല്ലഖാത്തിന്റെ പേരുകളിൽ പെടാത്തത് അസ്സബഉൽ മസാനി. അസ്സമൂത്ത് എന്നും അസ്സബഉ തിവാൽ എന്നും മുദ്ഹബാത്ത് എന്നും ഒക്കെ എന്തിനെ വിളിക്കാറുണ്ട്? മുഅല്ലഖാത്തിനെ വിളിക്കാറുണ്ട്. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ ഉരിഫ്ത ദാരി ബഅദ തവഖുമി. ഇതിന്റെ ബഹർ ഏതാണ്? നമ്മുടെ അൻദറത്ത് ഇബ്നു ഷദ്ദാദിന്റെ മുഅല്ലഖയാണിത്. അൻദറയുടെ ബഹർ ഏതാണ് എന്നാണ് ചോദ്യം. തൊവീലാണോ, ബസീത്താണോ, കാമിലാണോ, റംലാണോ? ഏതാണ്? അപ്പോ ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഅല്ലഖാത്തിന്റെ എന്ത് മാത്രം പോരാ, മുഅല്ലഖാത്തും അതിന്റെ സ്വാഹിബിനെ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ഒപ്പം തന്നെ ബഹറുകളും അതോടൊപ്പം അതിന്റെ കാഫിയകളും എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാം. മിനിമം ആ 7 പേരുടെ ബഹറും കാഫിയയും എങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോവാട്ടോ. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ ഉരിഫ്ത ദാറു ബഅദ തവഖുമി. സിയും ബിയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റംലാണ് കേട്ടോ. റംല് ബഹറിലാണ് അൻദറയുടെ ഈ കവിത ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൻ-നഖായിലു ഫന്നുൻ ശഅരി ലഹറ ഫീ. നഖായിൽ എന്നത് ഏത് കാലഘട്ടത്തിൽ വരുന്നതാണ് എന്നാണ് ചോദ്യം. ജാഹിലി കാലഘട്ടത്തിലാണോ, ഇസ്ലാമിക കാലഘട്ടത്തിലാണോ, അമവി കാലഘട്ടത്തിലാണോ, അബ്ബാസി കാലഘട്ടത്തിലാണോ? ഏത് കാലഘട്ടത്തിലാണ് നഖായിൽ വരുന്നത്? സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഇത് അമവി കാലഘട്ടത്തിലാണ് അല്ലെ. യെസ്, വെരി ഗുഡ്.
അതിനു മുൻപ് ഒന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, റംലല്ല കേട്ടോ, അത് കാമില് തന്നെയാണ്. അന്തറയുടെ കവിതകള് കാമിലാണ് കേട്ടോ വരുന്നത്, റംലിലല്ല. ഓപ്ഷൻ സി കാമിലാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഹല ആദർശാറാവു മിൻ മുത്തറദ്ദിം കാമിലാണ്. അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, സോറി. സി ആണ് കറക്റ്റ് ആൻസർ, കാമിലാണ് കേട്ടോ. അപ്പൊ നെക്കായിദ് നമ്മൾ പറഞ്ഞു അമവി കാലഘട്ടത്തിലാണ് വരുന്നത്. അമവി കാലഘട്ടത്തിലാണ് നെക്കായിദ് കവിത രൂപം കൊള്ളുന്നത്. ആരൊക്കെയായിരുന്നു അതിന്റെ പ്രശസ്തരായിട്ടുള്ള 3 കവികൾ? ആരൊക്കെയാണ് നെക്കായിദിന്റെ പ്രശസ്തരായിട്ടുള്ള 3 കവികൾ ഒന്ന് പറഞ്ഞേ. യെസ്, വെരി ഗുഡ് റഹ്മത്ത്. ഫറസ്ദക്, ജരീർ, അഫ്തൽ, ഇവര് 3 പേരുമാണ് നെക്കായിൽ എന്ന പേരില് പ്രശസ്തരായിട്ടുള്ള 3 കവികൾ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അലാലീത ഉമ്മുൽ ഫളലി കാനത് കരീനതി ഹിന ഔ ഹിന ഫി ജന്നത്തിൻ ഔ ജഹന്നമി. ഇത് ആരുടെ വരികളാണ്? അബൂ നുവാസ്, ഉമർ ഇബ്ൻ അബി റബിയ, ജമീൽ ബസീന, ഖൈസ് ഇബ്ൻ മുലവ്വഹ്. ആരുടേതാണ്? അലാലൈത ഉമ്മുൽ ഫളലി കാനത്. ഈ ഉമ്മുൽ ഫളല് ഒരു താഴെ പറഞ്ഞ കവികളിൽ ഒരാളുടെ കാമുകിയാണ്. അപ്പൊ അവളെ പറ്റി പറയുകയാണ്. ആരുടേതാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്, ഫാത്തിമ ലബീബ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്ൻ അബി റബിയയുടെ വരികളാണിത്. ഉമർ ഇബ്ൻ അബി റബിയ അദ്ദേഹത്തിന്റെ കാമുകിയായ ഉമ്മുൽ ഫളലിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു പ്രണയകാവ്യമാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഉമർ ഇബ്ൻ അബി റബിയ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷായിറുൻ വുലിദ ഫീ ലൈലത്തിൻ അല്ലതി തൂഫിയ ബിഹാ ഉമർ ഇബ്നു ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് മരിച്ച അന്ന് രാത്രിയില് ജനനം കൊള്ളുന്ന മറ്റൊരു കവി ആരാണ്? ഉമർ ഇബ്ൻ അബി റബിയ, ജമീൽ ബസീന, ഖൈസ് ഇബ്നു മുലവ്വഹ്, ഖൈസ് ഇബ്നു ദുറൈ. യെസ്, വെരി ഗുഡ് സൗദ ഹാഷിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഉമർ ഇബ്ൻ അബി റബിയ. ഉമർ ഇബ്നു അബി റബിയയാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട രാത്രിയില് എന്ത് ചെയ്യുന്നത്? ജനിക്കുന്ന മറ്റൊരു ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അതേ രാത്രിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജനനം. കറക്റ്റ് ആൻസർ ഉമർ ഇബ്ൻ അബി റബിയ. മൻ യുറഫു ബിശായിരി അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കവി? അഫ്തൽ, ഫറസ്ദക്, ജരീർ, ഖൈസ് ഇബ്നു മുലവ്വഹ്. ഏതാണ് അമീറുൽ മുഅ്മിനീൻ? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ, അഫ്തൽ ആണ് അമീറുൽ മുഅ്മിനീന്റെ കവി എന്ന പേരില് അറിയപ്പെട്ടിട്ടുള്ള കവി. അമവി കാലഘട്ടത്തിലെ ഷായിറു അമീറുൽ മുഅ്മിനീൻ ആണ് അഫ്തൽ. അവ്വലു മൻ ളറബ അൻ നുഖൂദ്. ആദ്യമായി കറൻസി ഇഷ്യൂ ചെയ്ത ആൾ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഹജ്ജാജ് ഇബ്നു യൂസഫ്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, മുആവിയത്ത് ഇബ്ൻ അബി സുഫിയാൻ. ആരാണ്? വെരി ഗുഡ്. തബ്സിറ, റഹ്മത്ത്, മുഹ്സിന ഹുസൈൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഹജ്ജാജ് ഇബ്ൻ യൂസഫ്. ഹജ്ജാജ് ഇബ്ൻ യൂസഫ് ആണ് ആദ്യമായി കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഒരാളുടെ പ്രസംഗത്തെ പറ്റിയാണ് പറയുന്നത്. ലാ യഊദു ഫീ ഖുത്ബതിഹി കലിമത്തുൻ മറത്തൻ ഉഖറ അമ്മൻ ഖീല ഹാദാ. എന്താണ്? ലാ യഊദു ഫീ ഖുത്ബതിഹി കലിമത്തുൻ മറത്തൻ ഉഖറ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് ഒരു വാക്ക് പോലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. അമ്മൻ ഖീല ഹാദാ, ആരെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ആൻസേഴ്സ് വരുന്നുണ്ട്. ഫാത്തിമ ലബീബ, മുഹ്സിന ഹുസൈൻ. കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ, സഹ്ബാൻ വായിൽ. സഹ്ബാൻ വായിലിന്റെ പ്രസംഗങ്ങളാണ് ഇങ്ങനെ അദ്ദേഹം ആ പ്രസംഗത്തില് പറഞ്ഞ ഒരു വാക്ക് പിന്നീട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവ്വല മൻ നശദ ഗസലുൽ മുദക്കർ.
ആൺ ശൃംഗാര കാവ്യങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങളെ പറ്റി ആദ്യമായി ശൃംഗാര കാവ്യങ്ങള് രചിച്ച വ്യക്തി അബൂ നുവാസ്, ബഷാർ ഇബ്നു ബുർദ്, ഇബ്നു മുഖഫർ, അബുൽ അത്താഹിയ. ആരാണ്? ഇബ്നു മുഖഫർ ആണോ? ഇല്ലല്ലോ. യെസ്, തസ്നി അസ്ലം. സി അല്ല. യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. തബ്സിറ പറഞ്ഞിട്ടുണ്ട്. അബൂ നുവാസ് ആണ് ആദ്യമായി ആൺ ശൃംഗാര കാവ്യങ്ങള് രചിച്ചിട്ടുള്ള വ്യക്തി. ഗസലുൽ മുദക്കർ കൊണ്ടുവരുന്നത് അബൂ നുവാസ് ആണ് കേട്ടോ. അബൂ നുവാസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മൻ യുറഫു ബിശാഇറിൽ ബുഅ്സ് വത്തശാഉം. ബുഅ്സ് വത്തശാഉമിന്റെ കവി എന്ന പേരില് അറിയപ്പെട്ടിട്ടുള്ള ആള് അബുൽ അത്താഹിയ, അബൂ നുവാസ്, ഇബ്നു റൂമി, അബുൽ അലാഉൽ മഅജി. ആരാണ്? ആരാണ് ബുഅ്സ് വത്തശാഉം? അബുൽ അത്താഹിയ ആണോ? അബൂ നുവാസ് ആണോ? ഇബ്നു റൂമി ആണോ? അബുൽ അലാഉൽ മഅജി ആണോ? ആരാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻസേഴ്സ് വന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ അബുൽ അലാഉൽ മഅജി ആണ് ഷാഇറുൽ ബുഅ്സ് വത്തശാഉം എന്ന പേരില് അറിയപ്പെട്ടിട്ടുള്ള കവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ യുറഫു ബിജാഹിൽ അസ്സാനി. രണ്ടാം ജാഹിലായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ഇബ്നു മുഖഫർ, ഇബ്നുൽ അമീർ, ബഷാർ ഇബ്നു ബുർദ്, ബുഹ്തരി. ആരാണ് രണ്ടാം ജാഹിൽ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്? യെസ്, വെരി ഗുഡ് മുഹ്സിന ഹുസൈൻ. ഓപ്ഷൻ ബി ഇബ്നുൽ അമീദ് ആണ് കറക്റ്റ് ആൻസർ. രണ്ടാം ജാഹിൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് ഇബ്നുൽ അമീദ് ആണ്. സ്വാഹിബു കിതാബുൽ മുഹീത്ത്. കിതാബുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇബ്നുൽ അമീദ്, സ്വാഹിബ് ഇബ്നു ഉബ്ബാദ്, ഇബ്നു മുഖഫർ, ജാഹിൽ. ആരുടേതാണ് കിതാബുൽ മുഹീത്ത്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് ആണ് കറക്റ്റ് ആൻസർ. സ്വാഹിബ് ഇബ്നു ഉബ്ബാദിന്റേതാണ് കിതാബുൽ മുഹീത്ത്. അവ്വലു കിതാബിൻ ഫിന്നഖദ്. നഖദിലെ ആദ്യത്തെ ഗ്രന്ഥം. ആദ്യത്തെ നഖദി ആയിട്ടുള്ള ഗ്രന്ഥം. ഓപ്ഷൻ എ തബഖാത്തു ഫുഹൂൽ ശുഅറ, ഓപ്ഷൻ ബി അൽ ബദിയ, ഓപ്ഷൻ സി അൽ വിസ്വാത, ഓപ്ഷൻ ഡി അസ്റാറുൽ ഫസ്വാഹ. വെരി ഗുഡ്. ഓപ്ഷൻ എ തബഖാത്തു ഫുഹൂൽ ശുഅറ. തബഖാത്തു ഫുഹൂൽ ശുഅറ ആണ് ആദ്യത്തെ നഖദി ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, മൻ ബനിയ മദീനത്തു ബഗ്ദാദ്. ആരാണ് ബഗ്ദാദ് പട്ടണം നിർമ്മിച്ചത്? മഅ്മൂൻ, ഹാറൂൻ റഷീദ്, അബൂ ജഅഫർ അൽ മൻസൂർ, മുതവക്കിൽ. ആരാണ്? ഹാറൂൻ റഷീദ് ആണോ? അല്ല. ഓപ്ഷൻ ബി അല്ല. ഇതിന്റെ നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്നത് ബഗ്ദാദ് പട്ടണത്തിന്റെ യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. അബൂ ജഅഫർ അൽ മൻസൂർ ആണ് ബഗ്ദാദ് പട്ടണത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. അബൂ ജഅഫർ അൽ മൻസൂർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൻ ഹുവ റായിദുൽ മുവല്ലിദൂൻ.
റായിദുൽ മുവല്ലിദൂൻ എന്ന പേരില് അറിയപ്പെടുന്ന കവി ബഷാർ ഇബ്നു ബുർദ്, ജാഹിർ, ഇബ്നു മുഖഫ, അബൂ നുവാസ്. ആരാണ്? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ബഷാർ ഇബ്നു ബുർദ് ആണ് റായിദുൽ മുവല്ലിദൂൻ ആയിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അസ്സസത് റാബിതത്തുൽ കലമിയ ഫി. റാബിതത്തുൽ കലമിയ സ്ഥാപിതമായ വർഷം. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാവരും തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി 1920 ആണ് കറക്റ്റ് ആൻസർ. റാബിതത്തുൽ കലമിയ 1920 സ്ഥാപിക്കപ്പെടുന്നത്. എവിടെയാണ് ഇത് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്? റാബിതത്തുൽ കലമിയയുടെ സ്ഥലം ഏതാണ്? ന്യൂയോർക്ക്. വെരി ഗുഡ്. ന്യൂയോർക്ക് ആയിരുന്നു അവരുടെ അത് സ്ഥാപിക്കുന്ന സ്ഥലം. പിന്നെ എന്താണ്, ആരൊക്കെയായിരുന്നു അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്? ആരായിരുന്നു? ജിബ്രാൻ ഉണ്ടായിരുന്നു. യെസ്. പിന്നെയോ? പിന്നെ ആരാ ഉണ്ടായിരുന്നത്? ജിബ്രാൻ ഉണ്ടായിരുന്നു. ജിബ്രാൻ ആണ് റാബിതത്തുൽ കലമിയയുടെ തലവനായിട്ട് നിൽക്കുന്നത്. പിന്നെ അബ്ദുൽ മസീഹ് അൽ ഹദ്ദാദ് ഉണ്ടായിരുന്നു. പിന്നെയോ അതിന്റെ ഔലാദുകളെ ഒന്ന് പറഞ്ഞേ. പിന്നെ പ്രധാനമായിട്ട് ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ജിബ്രാന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. യെസ്, റഹ്മത്ത്, നുസ്ന ഹുസൈൻ ഒക്കെ പറഞ്ഞ പോലെ മിഹായിൽ നഈമ. മിഹായിൽ നഈമ ഉണ്ടായിരുന്നു. പിന്നെ ജിബ്രാൻ ഉണ്ട്, മിഹായിൽ നഈമ ഉണ്ടായി, അബ്ദുൽ മസീഹ് അൽ ഹദ്ദാദ് ഉണ്ടായി. വേറെയും ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, നസീബ് അരീള ഉണ്ടായി. യെസ്, വെരി ഗുഡ്. പിന്നെയോ? പിന്നെ ഒരു വ്യക്തി കൂടി ഉണ്ടല്ലോ കുറച്ച് പ്രശസ്തനായിട്ടുള്ള. നസീബ് അരീള പറഞ്ഞു. ഒരു വ്യക്തി കൂടി ഉണ്ടല്ലോ, വില്യം കാറ്റ്സ്ഫ്ലീൻ ഉണ്ടായിരുന്നു. യെസ്, ഒരാള് കൂടിയുണ്ട്, ഒരു അറബി. യെസ്, ഈലിയ അബൂമാലി ഉണ്ടായിരുന്നു അല്ലെ. ഈലിയ അബൂമാലി. ഈ ഈലിയ അബൂമാലിക്ക് ഒരു മാഗസിൻ ഉണ്ടായിരുന്നല്ലോ. ഏതാ? ഈലിയ അബൂമാലി ഒരു മാഗസിൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതാണ് യെസ് സമീർ. ഇതാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സ്വാഹിബു മജല്ലത്തു സമീർ. നസീബ് അരീള, മീഷാൽ മാലൂഫ്, ഈലിയ അബൂമാലി, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. യെസ്, ഈലിയ അബൂമാലിയുടേതാണ് സമീർ എന്ന മാഗസിൻ. പിന്നെ പ്രധാനമായിട്ടും ഇത് നോർത്തേൺ മെഹജർ ആയിരുന്നോ സദേൺ മെഹജർ ആയിരുന്നോ? ആരാണ് നോർത്തേൺ മെഹജരിങ്ങളാണോ റാബിതത്തുൽ കലമിയ സ്റ്റാർട്ട് ചെയ്യുന്നത്? മെഹജർ അൽ ഷിമാൽ ആണോ മെഹജർ അൽ ജുനൂബ് ആണോ? ഏതാണ് റാബിതത്തുൽ കലമിയ സ്ഥാപിക്കുന്നത്? ഷിമാലാണ് കേട്ടാ, നോർത്തേൺ മെഹജർ ആണ്. യെസ്, ഷിമാലാണ്, നോർത്തേൺ മെഹജർ ആണ് റാബിതത്തുൽ കലമിയ സ്ഥാപിക്കുന്നത്. ഇനി അപ്പൊ നമുക്ക് സദേൺ മെഹജറിലേക്ക് പോയാലോ? അവിടെ എന്തുണ്ട്? അവിടെ ഉസ്ബത്തുൽ ഉന്ദുലൂസ് ഉണ്ട് അല്ലെ. അസ്സസ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ ഫി. എവിടെയാണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്? ബ്രസീലിലാണോ, ന്യൂയോർക്കിലാണോ, അൽമാനിയയിലാണോ, മിസ്റിലാണോ? എവിടെയാണ്? ആൻസർ വന്നു കഴിഞ്ഞു.
എവിടെയാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ, ബ്രസീൽ ആണ് കറക്റ്റ് ആൻസർ. ബ്രസീലിലാണ് അൽ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്. ഇനി ഉസ്ബത്തുൽ ഉന്ദുലൂസിയയുടെ വർഷം ഏതാണ്? ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കപ്പെട്ട വർഷം ബ്രസീലിലാണെന്ന് പറഞ്ഞു. യെസ്, 1933. ഉസ്ബത്തുൽ ഉന്ദുലൂസിയ 1933 വെരി ഗുഡ്. 1933 ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കപ്പെടുന്നത്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടർ നേതൃത്വത്തിൽ ആരൊക്കെയായിരുന്നു? ബ്രസീലിൽ തന്നെ കൃത്യമായിട്ടൊരു സ്ഥലം പറയുന്നില്ലേ? ബ്രസീലിലാണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്. അവിടെ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒരു മൗക്കയോ പറയുന്നുണ്ട്. അതെവിടെയാ? ബ്രസീലിലെ സാവോ പോളോയിലാണ് സ്ഥാപിക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ ആണ് മുഹ്സിന ഹുസൈൻ പറഞ്ഞത്. പിന്നെ ആരാണ് ഇത് സ്ഥാപിക്കുന്നത്? അലായദി ഷായർ ആരാണ് സ്ഥാപിക്കുന്നത്? മീഷാൽ മാലൂഫ് ആണ്. യെസ്, വെരി ഗുഡ്. മീഷാൽ മാലൂഫ് ആണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്. പിന്നെ ഇതിന്റെ ആൾക്കാരെ ഒരു 1-2 ആളുകളെ പറഞ്ഞേ. മീഷാൽ മാലൂഫിനെ നമ്മൾ പറഞ്ഞു. വേറെ ഒരു 1-2 മെമ്പേഴ്സിനെ കൂടി പറഞ്ഞേ. രണ്ട് മെമ്പേഴ്സ് ഒന്ന് പേര് പറഞ്ഞേ. മീഷാൽ മാലൂഫ് അല്ലാത്ത. മീഷാൽ മാലൂഫ് അല്ലാതെ ഇല്യാസ് ഫർഹത്ത് ഉണ്ടായിരുന്നില്ലേ? റഷീദ് സലീം അൽ പൂരി ഉണ്ടായിരുന്നില്ലേ? അപ്പോ അവരൊക്കെ ഇതിലെ എന്താണ് പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഷഫീഖ് അൽ മാലൂഫിനെ പോലെ, ഹബീബ് മസൂദിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളും ഉസ്ബത്തുൽ ഉന്ദുലൂസിയയുടെ ആളുകളാണ്. യെസ്, റഷീദ് സലീം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാനത്ത് മദ്രസത്തു ദീവാൻ ഇത്തഹദ. മദ്രസത്തു ദീവാനിന്റെ ആ ഒരു മദ്ഹബ് എന്തായിരുന്നു എന്നാണ്. റൊമാൻസിയ, അൽ ക്ലാസിക്കിയ, അൽ വാഖിയ, അൽ ഇഷ്തിറാഖിയ. അവരുടെ മദ്ഹബ് എന്തായിരുന്നു? മദ്രസത്തു ദീവാനിന്റെ എന്താണ്? ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റൊമാൻസിയ. അവര് റൊമാൻറ്റിക് ആ ഒരു മദ്ഹബ്, റൊമാൻറ്റിക്കിസത്തിന്റെ മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു. അതുപോലെ തന്നെ ആരാണ് മദ്രസത്തു ദീവാനിന്റെ ആരാണ് സ്ഥാപിക്കുന്നത്? ആരാണ് മദ്രസത്തു ദീവാൻ സ്ഥാപിക്കുന്നത്? ആരൊക്കെ കൂടിയാണ് സ്ഥാപിക്കുന്നത്? അബ്ബാസ് മഹ്മൂദ് അൽ ഉഖാദ് ഉണ്ടായിരുന്നു. പിന്നെയോ അബ്ബാസ് മഹ്മൂദ് അൽ ഉഖാദും വേറെ 2 പേര് കൂടിയില്ലേ? മാസിനിയും ശുക്രിയും. യെസ്, വെരി ഗുഡ്. അബ്ദുൽ ഖാദർ മാസിനിയും അബ്ദുറഹ്മാൻ ശുക്രിയും കൂടിയാണ് ഇത് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇസ്ദഹറ അശ്ശഅറുൽ ഹുർ അവ്വൽ ഫി. ആദ്യമായി ഷിഅറുൽ ഹുർ എവിടെയാണ് പ്രകടം, അല്ലെങ്കിൽ എവിടെയാണ് അത് തുടങ്ങുന്നത്? ബ്രസീൽ, ഇറാഖ്, മിസർ, ബഹ്റൈൻ. എവിടെയാണ് ഷിഅറുൽ ഹുർ ആദ്യമായി വരുന്നത്?
വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇറാഖിലാണ് അല്ലെ, ഇറാഖിലാണ് ഷിഅറുൽ ഹുർ ആദ്യമായിട്ട് വരുന്നത്. ആരാണ് ഇതിന്റെ ആദ്യത്തെ ആളായിട്ട് പറയുന്നത്? ആദ്യമായി ഷിഅറുൽ ഹുർ രചിക്കുന്നത് ആരാണ്? ആദ്യമായി ഷിഅറുൽ ഹുർ രചിച്ച വ്യക്തി നാസിക് മലായിക്ക. യെസ്, വെരി ഗുഡ്. നാസിഖുൽ മലായിക്കയാണ് ഷിഅറുൽ ഹുറിന് തുടക്കം കുറിക്കുന്നത്. ഏതായിരുന്നു കവിത? നാസിഖുൽ മലായിക്കയുടെ ഏത് കവിതയാണ് ഷിഅറുൽ ഹുറിന് തുടക്കം കുറിക്കുന്നത്? കോളറ. വെരി ഗുഡ്. ഇത്രയുമാണ് ഈ ഒരു ഷിഅറുൽ ഹുറിനെ പറ്റി ഓർത്തു വെക്കാനുള്ളത്. ലൈസത്ത് മിൻ റുവാദി റംസിയ. റംസിയയുടെ വക്താക്കളില് പെടാത്തത്. റംസിയ എന്ന മദ്ഹബില് ബദർ ഷാക്കിർ സിയാബ് ആൻസർ വരുമോ എന്ന് വെച്ചാല് പൊതുവെ ഈ ബദർ ഷാക്കിർ സിയാബും ഷിഅറുൽ ഹുറിന്റെ ആള് തന്നെയാണ്. പിന്നെ ഈ ഇറാഖിന്റെ കവിതയിലൊക്കെ എന്താണ് ഇറാഖിലെ ആ ഷിഅറുൽ ഇറാഖ് എന്തോ ചോദിക്കുമ്പോ നാസിക് മലായിക്കനെയും അതുപോലെ തന്നെ അതിന് അബ് ചോദിക്കുമ്പോ എന്താ പറയാറ്? അത് ബദർ ഷാക്കിർ സിയാബ പറയാറ്. അതുപോലെ ഇനിയിപ്പോ ഓപ്ഷൻസില് നാസിക് മലായിക്ക ഇല്ല, ആകെ ബദർ ഷാക്കിർ സിയാബ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബദർ ഷാക്കിർ സിയാബ് അതിന്റെ ആൻസർ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അദ്ദേഹവും ഷിഅറുൽ ഹുറിന്റെ ആളുകളിൽ പെട്ടിട്ടുള്ളതാണ്. അത് ഇതിനു മുൻപ് ഏതോ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ബദർ ഷാക്കിർ സിയാബ് ആൻസർ വരുന്ന തരത്തില് ഷിഅറുൽ ഹുറിന്റെ ആളായിട്ട്. അപ്പോ ഷിഅറുൽ ഹുറിന്റെ അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ബദർ ഷാക്കിർ സിയാബ്. അപ്പൊ നാസിക് മലായിക്ക ഇല്ല ഓപ്ഷനില്, ബദർ ഷാക്കിർ സിയാബ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബദർ ഷാക്കിർ സിയാബ് ആയിരിക്കും ആൻസർ ആയിട്ട് വരാട്ടോ. പിന്നെ റംസിയയുടെ ആളുകളിൽ പെടാത്തത് ഏതാണ്? അഹ്മദ് ഷൗക്കി. അഹ്മദ് ഷൗക്കി അപ്പോ ഏത് മദ്ഹബിന്റെ ആളാ? അഹ്മദ് ഷൗക്കി അഹ്മദ് ഷൗക്കി ഏത് മദ്ഹബിന്റെ ആളാണ്? എന്തിന്റെ ആണ്? റൊമാൻറ്റിക്കിസം ആണോ, ക്ലാസിക്കിസം ആണോ, അല്ലെങ്കിൽ അതുപോലെ ഏതാണ് എന്നാ ചോദിച്ചത് അഹ്മദ് ഷൗക്കി. ആരാ? അഹ്മദ് ഷൗക്കി ഏത് മദ്ഹബിന്റെ ആളാ? അസ്രഹി. അങ്ങനെയല്ലടാ, മറ്റേ എന്താണ് ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സ്കൂളുകൾ പഠിച്ചിട്ടില്ലേ റൊമാൻറ്റിക്കിസം. ഇപ്പൊ പറഞ്ഞത് റംസിയാണ് പറഞ്ഞത്. റംസിയ സിംബോളിസം, അതിൽ പെടാത്ത ആളാണ് അഹ്മദ് ഷൗക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അഹ്മദ് ഷൗക്കിയുടെ മദ്ഹബ് ഏതാണെന്നാ ചോദിച്ചത്. യെസ്, ഷഹീന മുജീബ് പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കിയാണ് കേട്ടോ. ക്ലാസിക്കിയാണ് അഹ്മദ് ഷൗക്കിയുടെ മദ്ഹബായിട്ട് വരുന്നത്. അഥവാ അഹ്മദ് ഷൗക്കി അറിയപ്പെടുന്നത് റായിദുൽ മദ്രസത്തുൽ ക്ലാസിക്കിയ അൽ ഹദീസ ഫി ഷിഅറിൽ അറബി എന്നാണ്. റായിദുൽ മദ്രസത്തുൽ ക്ലാസിക്കിയ അൽ ഹദീസ, നിയോ ക്ലാസിക്കിസത്തിന്റെ റായിദായിട്ട് അറിയപ്പെടുന്ന ആളാണ് അഹ്മദ് ഷൗക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൻ ഹുവ അവാമിലുൻ നഹ്ലത്തുൽ ഹദീസ. നഹ്ലത്തുൽ ഹദീസ നവോത്ഥാനത്തിന്റെ കാരണങ്ങളായിട്ട് കണക്കാക്കുന്നത് മദാരിസ്, അസ്വഹാഫത്ത്, അത്തിബാഅ, ഏതാണ്? ഏതാണെന്ന് പറഞ്ഞേ. മദാരിസ് സ്കൂളുകളാണോ കാരണമായത്? സുഹാഫത്ത് പത്രപ്രവർത്തനങ്ങളാണോ? ജേർണലിസം ആണോ? അത്തിബാഅത്ത് പ്രിന്റിംഗ് ആണോ? കുല്ലുൻ സ്വഹീഹ്. യെസ്, എല്ലാം തന്നെ നവോത്ഥാനത്തിന്റെ കാരണങ്ങളായിരുന്നു അല്ലെ. അപ്പോ ഓപ്ഷൻ ബി കുല്ലുൻ സ്വഹീഹ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മൻ ഹുവ റായിദു ഷിഅറുൽ ഹദീസ്. മോഡേൺ പോയട്രിയുടെ
റായിദായിട്ട് അറിയപ്പെടുന്ന ആൾ. ഖലീൽ മക്രാൻ, നാസിഖുൽ മലായിക്ക, മഹ്മൂദ് സാമി അൽ ബാറൂദി, ഉമർ അബൂദീഷ. യെസ്, ഫാത്തിമ ലബീബ, സാജിദ സിദ്ദീഖ് എല്ലാവരും തന്നെ ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ സി മഹ്മൂദ് സാമി അൽ ബാറൂദി ആണ് കറക്റ്റ് ആൻസർ. ഫിലസ്തീനിയ, ഫിലസ്തീൻ കവിതയുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. നാസിഖ് മലായിക, ഫതുവ തൂക്കാൻ, തവക്കൽ കർമാൻ, ആയിഷ തൈമൂരിയ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ഫതുവ തൂക്കാൻ ആണ് ഉമ്മു ഷിഅറുൽ ഫിലസ്തീനിയ എന്ന പേരില് അറിയപ്പെടുന്നത്. ഇനി നെഹ്റു പരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ആ ഒരു വിട്ടു പോയിട്ടുള്ളത് മദ്രസക്ക് ശേഷമാണ് കേട്ടോ. അഥവാ സാഅത്തുൽ മദ്രസത്തി ഡാഷ്. സാഅത്തുൽ മദ്രസത്തി ജദീദാണോ, ജുദദാണോ, ജദീദത്താണോ? സാഅത്തുൽ മദ്രസത്തി, സാഅത്തുൽ മദ്രസത്തി ഡാഷ്. മദ്രസയുടെ, സാഅത്തുൽ മദ്രസത്തി ഈ ആണ്. യെസ്, വെരി ഗുഡ്. ജദീദത്ത് ആ സാഅത്തിന്റെ സിഫത്തായിട്ട് വരുന്നതാണ്. അപ്പൊ സാഅത്തുൽ മദ്രസത്തി ജദീദുൻ. സാഅത്ത് മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സിഫത്തും മുഅന്നസ് ആണ് അല്ലെ. അപ്പൊ സാഅത്തുൽ മദ്രസത്തി ജദീദത്ത്. ഫിൽ മദ്രസത്തി ദാരിസുൻ ഡാഷ്. വാഹിദത്താണോ, വാഹിദാണോ, അഹദാണോ, കുല്ലുൻ സ്വഹീഹാണോ? ഫിൽ മദ്രസത്തി ദാരിസുൻ എങ്ങനെയാ പറയാ? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഫിൽ മദ്രസത്തി ദാരിസുൻ വാഹിദ്. ഒരു കുട്ടിയുണ്ട് എന്ന് പറയാനായിട്ട് വാഹിദ്. ഫിൽ മദ്രസത്തി ദാരിസുൻ വാഹിദുൻ. ബഗ്ദാദ് ആസിമത്തു ഡാഷ്. ബഗ്ദാദ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? സൂരിയ, ഇറാഖ്, മിസർ, കുവൈറ്റ്. യെസ്, വെരി ഗുഡ്. ബി ഇറാഖ് ആണ് കറക്റ്റ് ആൻസർ. ഇറാഖിന്റെ തലസ്ഥാനമാണ് ബഗ്ദാദ്. അപ്പോ സിറിയയുടെ തലസ്ഥാനം ഏതാ? സിറിയയുടെ തലസ്ഥാനം ഡമസ്കസ്. സിറിയയുടെ തലസ്ഥാനം ഡമസ്കസ് ആണ്. അപ്പോ മിസ്റിന്റെ തലസ്ഥാനോ? മിസ്റിന്റെ തലസ്ഥാനം ഈജിപ്തിന്റെ തലസ്ഥാനം കാഹിറ, കെയ്റോ ആണ്. കുവൈറ്റിന്റെ തലസ്ഥാനം, മിസ്റിന്റെ തലസ്ഥാനം കെയ്റോയാണ് കേട്ടോ, കാഹിറ. കുവൈറ്റിന്റെ തലസ്ഥാനം ദോഹ, ഖത്തറിന്റേതാണ്. കുവൈറ്റ് തന്നെയാണ്, കുവൈറ്റ് സിറ്റി ആണ്. അപ്പോ കുവൈറ്റിന്റെ തലസ്ഥാനം കുവൈറ്റ് തന്നെയാണ് കേട്ടോ. ആസിമത്തുകൾ നന്നായിട്ടൊന്ന് നോക്കണേ. ആസിമത്തിന്റെ ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നുമല്ല, ഒരൊറ്റ ചോദ്യം മിക്കവാറും പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ. അൽ ജിനാസ് മിനൽ ഇൽമി. ജിനാസ് എന്ന് പറയുന്നത് ഏതൊരു ഇൽമിന്റെ ശാഖയാണ്? ഇൽമുൽ മആനിയുടേതാണോ, ഇൽമുൽ ബയാനിന്റേതാണോ, ഇൽമുൽ ബദിയന്റേതാണോ, ഇൽമുൽ സർഫിന്റേതാണോ? യെസ്, വെരി ഗുഡ്. ജിനാസ് മിൻ ഇൽമുൽ ബദിയ. ഇൽമുൽ ബദിയയിലെ പെട്ടതാണ് ജിനാസ്. ഇൽമുൻ യബ്ഹസു ഫീഹി അനി തശ്ബീഹി വൽ മജാസ്. തശ്ബീഹും മജാസും ഡിസ്കസ് ചെയ്യുന്ന ഇൽമ, അല്ലെങ്കിൽ അത് ഏതൊരു ഇൽമിന്റെ ശാഖയാണ്? നഹ്വാണോ, ബയാനാണോ, മആനിയാണോ, ബദിയാണോ? തശ്ബീഹും മജാസും എന്തിലാ ചർച്ച ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇൽമുൽ ബയാനിലെ പെട്ടതാണ് തശ്ബീഹും മജാസും ഒക്കെ.
വേറെ എന്തൊക്കെയുണ്ട് ഇൽമുൽ ബയാനില് തശ്ബീഹും മജാസും അല്ലാതെ? തശ്ബീഹും മജാസും അല്ലാതെ ഇൽമുൽ ബയാനില് പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ഇസ്തിആറ വരുന്നുണ്ട്. പിന്നെയോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, കിനായ വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോ തശ്ബീഹ്, മജാസ്, ഇസ്തിആറ, കിനായ ഇത് നാലും ഉൾപ്പെട്ടതാണ് ഇൽമുൽ ബയാൻ. മിനൽ അദവാത് അല്ലതി തജ്സിമു ഫിഅലൈൻ രണ്ട് ഫിഅലുകളെ ജസ്മ ചെയ്യുന്ന ഹർഫ്. ലം, ഇൻ, കം, ലൻ ഏതാണ്? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഇന്നാണ് രണ്ട് വാക്കുകളെ എന്ത് ചെയ്യുന്നത്? ജസ്മ ചെയ്യുന്ന ഹർഫായിട്ട് വരുന്നത്. ഇൻ വന്നു കഴിഞ്ഞാല് പിന്നെ വരുന്ന രണ്ട് ഫിഅലുകളെ അത് എന്ത് ചെയ്യും? അത് ജസ്മ ചെയ്ത് കളയും. ഓപ്ഷൻ ബി ഇന്നാണ് കറക്റ്റ് ആൻസർ. റഅയ്തു ഡാഷ് മസ്റൂരീൻ. ഓപ്ഷൻ എ അൽ മുജ്തഹിദീന, ഓപ്ഷൻ എ അൽ മുജ്തഹിദീൻ, ഓപ്ഷൻ ബി അൽ മുജ്തഹിദാൻ, ഓപ്ഷൻ സി അൽ മുജ്തഹിദൂൻ, ഓപ്ഷൻ ഡി അൽ മുജ്തഹിദാത്ത്. റഅയ്തു ഡാഷ് മസ്റൂരീൻ. കറക്റ്റ് ആൻസർ. ബി ആണോ? മുജ്തഹിദാനാണോ? റഅയ്തു ഞാൻ കണ്ടു. അപ്പോ പിന്നെ വരേണ്ടത് എന്താണ്? മഫ്ഊലാണ്. എന്തിലാണ് മഫ്ഊൽ ആക്കുന്നത്? ജംഉ മുദക്കർ സാലിമിനെ മഫ്ഊൽ ആക്കാണ്. അപ്പോ ജംഉ മുദക്കർ സാലിം എങ്ങനെയാണ് നസ്ബ് ചെയ്യുന്നത്? യെസ്, കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് അല്ലെ. റഅയ്തു അൽ മുജ്തഹിദീന മസ്റൂരീൻ. മുജ്തഹിദീന മസ്റൂരീൻ എന്നാ വരാം. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ജംഉ മുദക്കർ സാലിം നസ്ബ് ചെയ്യുന്നത് യാവ് കൊണ്ടാണ് അല്ലെ. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാ നാഫിയ ലിൽ ജിൻസ് തഅമലു അമലു ഡാഷ്. ലാ നാഫിയ ലിൽ ജിൻസ് അത് എന്തിന്റെ അമലാണ് ചെയ്യുന്നത്? കാന, ഇന്ന, ലൈസ, കറുബ. എന്തിന്റെ അമലാണ് ലാ നാഫിയ ലിൽ ജിൻസ് ചെയ്യുന്നത്? എന്തിന്റേതാണ്? കാനയാണോ? കാനയല്ലല്ലോ. ഓപ്ഷൻ സി ലൈസ. വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടാ. ഓപ്ഷൻ സി ലൈസ. ലൈസയുടെ അമലാണ് ലാ നാഫിയ ലിൽ ജിൻസ്. ലൈസയും അല്ലല്ലോ. ലൈസ കാനയുടെ അഹവാസിൽ വരുന്നതല്ലേ. അപ്പോ അല്ല, ലൈസ അല്ല. കാനയും അല്ല, ലൈസ അല്ല. ലാ നാഫിയ ലിൽ ജിൻസ് തഅമലു അമലി എന്തിന്റെ ജോലിയാ ചെയ്യുന്നത്? ഇന്നയുടെ ജോലിയാ ചെയ്യുന്നത്. ഇന്നയുടെ ജോലിയാണ് കേട്ടോ ചെയ്യുന്നത്. ലൈസ അല്ല, ഇന്നയുടെ ജോലിയാ ചെയ്യുന്നത് കേട്ടാ. ലാ നാഫിയ ലിൽ ജിൻസ് തഅമലു അമലി അമലി ഇന്നയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് അറബിക് പെഡഗോജിയിലേക്ക് വരാണ് കേട്ടോ. ലൈസ മിൻ അഅറാദി ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ. എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ
എന്താ ഇപ്പൊ പറയാ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് എന്താ ഒരു സെന്റൻസ് പറയാണെന്നുണ്ടെങ്കിൽ ലാ റജുല ഫിദ്ദാർ, ലാ റജുല ഫിദ്ദാർ. അപ്പൊ അവിടെ എന്താണ് റജുല, ലാ റജുല ഫിദ്ദാർ. റജുല ഇസ്മുലായിട്ട് വരും. ഇസ്മുലാ മബ്നിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബ് എന്ന് പറയാം. ഫിദ്ദാർ ശിബ്ഹു ജുംല ഫി മഹല്ലി റഫ്ഇ ഖബരി ലാ, അങ്ങനെ വരാം. മനസ്സിലാവുന്നുണ്ടോ? ലാ റജുല ഫിദ്ദാർ ഒരു ലാ നാഫിയ ലിൽ ജിൻസി തഅമലു അമലി ഇന്ന. അവിടെ ലാ റജുല ഫിദ്ദാർ. ഇവിടെ വരുമ്പോ എന്താ റജുല. കാനയുടെ അമലാർന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആദ്യത്തേതിന് റഫ് കൊടുക്കുമായിരുന്നു അല്ലെ. പക്ഷെ കാനയല്ല, ലൈസൈം ആണെങ്കിലും കാനയുടെ അതേ റൂള് തന്നെയല്ലേ വരാം. പക്ഷെ അതല്ല അവിടെ വന്നത്. മറിച്ച് എന്തിന്റെ അമലാണ് ലാനാഫിയ ലിൽ ജിൻസ് ചെയ്യുന്നത്? ഇന്നയുടെ അമല ചെയ്യുന്നത്. ഇന്നയുടെ ജോലി എന്താ? ആദ്യത്തെ ഹർഫിനെ ആദ്യത്തെ വാക്കിന് നെസ്ബും കൊടുക്കും, രണ്ടാമത്തെ വാക്കിന് റഫും കൊടുക്കും എന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിള് ലാ റജുല ഫിദ്ദാർ. അപ്പോ ആ റജുലക്ക് എന്താ വരുന്നത്? ആ റജുല ഇവിടെ നെസ്ബ് കൊടുത്തു, ലാ റജുല ഫിദ്ദാർ. പിന്നീട് വരുന്നത് ഷിബുഹു ജുംലയാണ്. അപ്പോ ലാനാഫിയാലിൽ ജിൻസ് തഅമലു അമലി ഇന്നയാണ് കേട്ടോ. ഇന്നയുടെ ജോലിയാണ് ലാനാഫിയാലിൽ ജിൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ലൈസ മിൻ അഗ്റാദി ദിറാസത്തുൽ ലുഗത്തുൽ അറബിയ. അറബി ഭാഷയുടെ അഗ്റാദ് ലക്ഷ്യങ്ങളില് പെടാത്തത്. അദാഉൽ അഅമാലുൽ ഇബ്ദാഇയ അൻ തുരീഖിൽ ലുഗത്തുൽ അറബിയ ആണ്. അദാഉൽ അഅമാലുൽ ഇബ്ദാഇയ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളൊക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓരോ വർക്കുകള് ചെയ്യുന്നത് എന്തില്? അറബി ഭാഷയിൽ. ലൈസ മിൻ അഗ്റാദി ദിറാസത്തുൽ ലുഗത്തുൽ അറബിയാണ് അറബി ഭാഷ പഠനത്തിന്റെ ലക്ഷ്യങ്ങളില് പെടാത്തത്. ഓപ്ഷൻ ബി ഇക്തിസാബുൽ മിഖ്ദറ അലാ തദൂഖുൽ അദബുൽ അറബി. അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവ് നേടിയെടുക്കുക. ഓപ്ഷൻ സി ഇക്തിസാബു മിൽക്കത്തി തർജുമ ഇലാ ലുഗത്തിൽ ഉമ്മി വബിൽ അക്സി. എന്താണ്? തർജുമ ചെയ്യാൻ മാതൃഭാഷയിലും അതുപോലെ തന്നെ തിരിച്ച് അറബിയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുക. ഓപ്ഷൻ ഡി കുല്ലുൻ സഹീഹ് എന്നാ വന്നത്. ഇവിടെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് ലൈസ മിൻ അഗ്റാദ് എന്നാ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? എല്ലാം അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ലക്ഷ്യങ്ങൾ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പകരം എന്താ? എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് ലക്ഷ്യങ്ങളാണ്. അപ്പോ ഇവിടെ നമുക്ക് ലൈസ വേണ്ട, മിൻ അഗ്റാദി ദിറാസത്തുൽ ലുഗത്തുൽ അറബിയ മതി. അപ്പോ കുല്ലുൻ സഹീഹ് എന്ന ആൻസർ കിട്ടും കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇങ്ങനെയാണ് വന്നത്. ലൈസ മിൻ അഗ്റാദി ദിറാസത്തുൽ ലുഗത്തുൽ അറബിയ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈസ മിനൻ നിഷാത്താത്തുൽ ലുഗവിയ ഭാഷാപരമായിട്ടുള്ള ആക്ടിവിറ്റീസില് പെടാത്തത്. അൽ ഇദാഅത്തുൽ മദ്രസിയ നാദ അൽ ലുഗത്തുൽ അറബിയ റസ്മുൽ ഹറായി തസ്ഹാഫ വ തഹ്രീർ. ഏതാണ് ഭാഷയുടെ ആക്ടിവിറ്റീസിൽ പെടാത്തത്? ഇദാഅത്തുൽ മദ്രസിയ സ്കൂൾ റേഡിയോ, നാദ ലുഗത്തുൽ അറബിയ അറബിക് ലാംഗ്വേജ് ക്ലബ്, റസ്മുൽ ഹറായിദ് മാപ്പ് ഡ്രോയിങ്. ഓപ്ഷൻ ഡി അസ്ഹാഫ വ തഹ്രീർ പത്രപ്രവർത്തനവും അതുപോലെ എഡിറ്റിംഗ് ഒക്കെ, ജേർണലിസം ആൻഡ് എഡിറ്റിംഗ്. ഏതാണ് ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ പെടാത്തത്? ഡിയോ എഡിറ്റിംഗ് ആൻഡ് ജേർണലിസമോ? ഓപ്ഷൻ സി ആണ് റസ്മുൽ ഹറായിത്ത് ഒരു മാപ്പ് വരക്കല്. മാപ്പ് വരക്കല് ഭാഷപരമായിട്ടുള്ള
ഒരു പ്രവൃത്തിയല്ല, മറിച്ച് സ്കൂൾ റേഡിയോ ആണെങ്കിലും നാദാ ലുഗത്തുൽ അറബിയ അറബിക് ക്ലബ് ആണെങ്കിലും സിഹാഫത്ത് വ തഹ്രീർ എഡിറ്റിംഗ് ആൻഡ് ജേർണലിസം ആണെങ്കിലും ഒക്കെ തന്നെയും നമുക്ക് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആക്ടിവിറ്റീസ് ആണ്, ലാംഗ്വേജ് വളർത്താൻ സഹായിക്കുന്നതാണ്. എന്നാൽ മാപ്പ് ഡ്രോയിങ് ഒരിക്കലും ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആക്ടിവിറ്റി അല്ല. അപ്പൊ ഇവിടെ നഷാത്താത്തുൽ ലുഗവിയയില് പെടാത്തത് റസ്മുൽ ഹറായിത്ത് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീൻ മുമയ്യിസാത്തി തഅല്ലും അത്തശാറുകി കോപ്പറേറ്റീവ് ലേണിംഗിന്റെ സ്പെഷ്യാലിറ്റിയില് പെടുന്നത്. വഖാഉത്തുല്ലാബ് ഫി ഹാലത്തി ഇന്തിബാഹ് വ തർക്കീസ്, കുട്ടികളെ എന്താണ് അവരെ ആ ഒരു സെൻട്രലൈസ് ചെയ്ത് കുട്ടികൾക്ക് ശ്രദ്ധ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ നിർത്തുക. തൽഹീലു തുല്ലാബ് ലിൽ മുനാഖശാത്തു സൊഫിയ, ക്ലാസ് ഡിസ്കഷന് കുട്ടികളെ റെഡിയാക്കുക. വഅയു തുല്ലാബ് ബി വുജൂദി ഫുറൂഖാത്തി ഫി തഫ്കീർ ബൈനഹും, കുട്ടികൾക്കിടയിൽ തന്നെ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ എന്തൊക്കെയുണ്ട് ഡിഫറൻസ് ഉണ്ട് എന്ന് കുട്ടികളെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ അവർക്കൊരു സ്വയം ബോധം വരുത്തൽ. അപ്പൊ ഇതില് തഅല്ലുമു തശാറുക്കിയുടെ പ്രത്യേകതകളിൽ പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെയോ രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രം, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഈ 3 സ്റ്റേറ്റ്മെന്റും തഅല്ലുമു തശാറുക്കിയുടെ മുമയ്യിസാത്തില് പെട്ടിട്ടുള്ളതാണ്. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹസ്ബു നൗരിയത്തുൽ ഖവായിദുൽ ആലമിയ യക്തസിബു അത്തിഫ്ലു അൽ ഫിത്ര യക്തസിബു അത്തിഫ്ലു അൻ നവമുൽ ലുഗവി എന്നാണ്. ഹസ്ബു നൗരിയത്തുൽ ഖവായിദുൽ ആലമിയ യൂണിവേഴ്സൽ തിയറി അനുസരിച്ച് യക്തസിബു അത്തിഫ്ലു കുട്ടി നേടിയെടുക്കുന്നു അൻ നവമുൽ ലുഗവി ഭാഷാപരമായിട്ടുള്ള കഴിവ്. ബി എങ്ങനെ? അൽ ഫിത്രത്ത്, ഓപ്ഷൻ ബി അൽ മസായിദത്തുൽ ഓപ്ഷൻ സി ബിയദിൽ മുദർരിസ്, ഓപ്ഷൻ ഡി അത്തഅല്ലും വത്തദ്രീബ്. എങ്ങനെയാണ് യൂണിവേഴ്സൽ തിയറി അനുസരിച്ച് ഒരു കുട്ടിക്ക് ഭാഷാപരമായ കഴിവ് എങ്ങനെയുണ്ടെന്നാ പറയുന്നത്? കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ അൽ ഫിത്രത്ത്, ജന്മനാ ഒരു കുട്ടിക്ക് ഭാഷാപരമായിട്ടുള്ള കഴിവുകളോട് കൂടിയാണ് ജനിക്കുന്നത് എന്നാണ് യൂണിവേഴ്സൽ തിയറി അനുസരിച്ചുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ തിയറിയുടെ വാദം അങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്തിസാബുൽ ലുഗ ഇബാറത്തുൻ തുഖാലുലി. ഇക്തിസാബുൽ ലുഗ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്തിസാബുൽ ലുഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് സ്ട്രക്ചർ, ലാംഗ്വേജ് കപ്പാസിറ്റി, ലാംഗ്വേജ് അക്വിസിഷൻ. ഏതാണ് ഇക്തിസാബുൽ ലുഗ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും പറയുന്നുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ഇക്തിസാബുൽ ലുഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾ അവര് നേരിടുന്നു വായിക്കുമ്പോൾ നുത്തക്കിന്റെ ആ ഒരു ഫതഹ് കസർ ആ ഒരു എന്താണ് ഇവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവര് നേരിടുന്നു. മിൻ വസായിലി ഹല്ലി ഹാദിഹിൽ മുഷ്കില, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള മാർഗം താഴെ കൊടുക്കുന്നതിൽ ഏതാണെന്ന്. തദ്രീബുൻ അലാ കിതാബത്തിൽ ഹുറൂഫി, തദ്രീബുൻ അലാ ഖിറാഅത്തുൽ ഹുറൂഫി, തദ്രീബുൻ അലാ ഇസ്തിമാഇൽ ഹുറൂഫി വ ഖിറാഅത്തിഹ, തദ്രീബുൻ അലാ ഇസ്തിമാഇൽ ഹുറൂഫി വ കിതാബത്തിഹ. ഏതാണ് ഈ ഒരു കുട്ടികൾക്ക് നുത്തത്തില് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കൊടുക്കുന്നതില് ഈ ഊഹെ കൊടുക്കുന്നതില് ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? തദ്രീബുൻ അലാ ഇസ്തിമാഇൽ ഹുറൂഫി, അക്ഷരങ്ങളെ കേൾക്കാനും ഖിറാഅത്തിഹ അത് വായിക്കാനും. നുത്തക്ക് അതിന്റെ സൗണ്ടുകളല്ലേ നമുക്ക് വേണ്ടത്. അപ്പോ എന്താ ആ അക്ഷരങ്ങൾ കേൾക്കാനും ഹർഫുകൾ കേൾക്കാനും ഖിറാഅത്തിഹ അത് വായിക്കാനുമുള്ള എക്സസൈസുകൾ കൊടുക്കുക ഈ ഒരു പ്രശ്നം നേരിടുന്ന കുട്ടികൾക്ക്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇഷ്തിറാത്തുൽ ഇജ്റായി അഥവാ ഓപ്പറന്റ് കണ്ടീഷനിങ് തതഅല്ലഖു ബിൻ നൗരിയ, അത് ഏതൊരു വാദവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അൽ ബന്നായിയ അൽ ഇജ്തിമായിയ
الطبيعية السلوكية التفاعلية الاجتماعية. operant conditioning എന്തിൽ പെട്ടതാണ്? operant conditioning ഏതിൽ പെട്ടതാണ്? യെസ്, വെരി ഗുഡ്. ബിഹേവിയറിസം അഥവാ ഓപ്ഷൻ സി അസുലൂക്കിയയിലെ പെട്ടതാണ് ഇഷ്തിറാത്തുൽ ഇജ്റായി അഥവാ ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോ ഏകദേശം ഇത്രയും ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം മുതലുള്ള കുറച്ച് ഭാഗങ്ങൾ ഓടിച്ചു പോകാൻ തക്ക രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഇതിന്റെ സബായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ലൈവ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ആവുക എക്സാംസിന്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.